നിങ്ങളെപ്പോഴും നിങ്ങളുടെ വീട്, കല്യാണം, PR, പെൻഷൻ എന്ന് പറഞ്ഞ് കാറിക്കൂപ്പി നടക്കാതെ പ്രസൻസിന് വേണ്ടി ഒന്ന് മാറ്റിപ്പിടിക്കണം നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ നിൻ്റെ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ച്, നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ അമ്മേ പരിശുദ്ധമ്മേ, എന്റെ ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യവും അനുഭവിക്കുവാൻ എന്നെ സാക്ഷിയാക്കണം. നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ സാക്ഷിയാക്കി എന്നെ വളർത്തണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് അതായത് നിങ്ങളെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്. ഇപ്പൊ നമ്മള് മോളുടെ ജോസ്മിയുടെ കാര്യം പറഞ്ഞില്ലേ, ജോസ്മി ഇവിടെ വരുമ്പോൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് ജോസ്മിയുടെ ഒരു കിഡ്നി മുറിച്ച് കളഞ്ഞു ഇല്ലേ? പിന്നെ എന്താ ഡോക്ടർ പറഞ്ഞത്? മുത്തസഞ്ചിയിൽ കുടലരിഞ്ഞിട്ട് മുത്തസഞ്ചി വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് ലാസ്റ്റ് മൂമെൻ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ജോസ്മിക്ക് എന്താ സംഭവിച്ചത്? അവിടെ സാന്നിധ്യമാവുന്നത്. അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചീട്ട് മേടിച്ച് അൾത്താരെ വന്ന് എൻ്റെ ഈ ചീട്ട് തന്ന്, ഞാൻ ചീട്ട് കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് കൊടുത്ത് തിരിച്ചു വന്ന് ഇവളുടെ തലയെ കൈവച്ചപ്പോൾ അവൾ പറയുന്നത് കറണ്ട് അടിക്കണ പോലെ ശക്തിയിലേക്ക് അടിച്ചെന്നാണ്. അതെന്ന് പറയണത് നമ്മൾക്ക് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ ജോസ്മിയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം, ഒന്നുകൂടി കേൾക്കണം എല്ലായിരിക്കും. അവളുടെ ബ്ലാഡർ ശരിയായി, അവിടെ കിഡ്നി ശരിയായി, അവിടെ വയറുവേദന മാറി, എല്ലാം. ഇപ്പോൾ ദൈവത്തിനൊരു സെക്കൻഡ് മതി. നിങ്ങൾ ഓരോ പത്രം കൊടുത്താൽ ശരിയാവുക, ദൈവം തരുക. അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ നമ്മൾ തിരിച്ചെന്ത് വാങ്ങിക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കുന്ന പോലെയാണ് നിങ്ങൾ ഇങ്ങനെ കുറേ വാദപ്പനിക്കാരുണ്ട് ഉടമ്പടി എടുത്തിരിക്കണത്. ഇങ്ങനെ എന്താ വാദപ്പനിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവായിട്ട് അവർ വാദപ്പനി, അവരുടെ ആത്മാവത്തിൽ ദൈവത്തോട് ഇങ്ങനെ ബാർഗൈൻ ചെയ്ത്, അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ലക്ഷ്യം വെക്കേണ്ടത്. ദൈവ സാന്നിധ്യം വന്നാൽ എല്ലാ വിഷയങ്ങൾക്കും തീർപ്പാകും. അതിന് ഞാൻ ആദ്യം പറഞ്ഞാണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഈ ഭൗമാകർഷണവും ദൈവാകർഷണവും ഉണ്ടാകും സബ്ജക്റ്റിനെ. ദൈവാകർഷണമുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം കൂട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പോർഷൻ ഉറപ്പ് വരുത്തുക. ഇപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ നീ പറയണം, ഈ കുഞ്ഞിനെ കർത്താവിൻ്റെ പ്രീതികരമായ കുഞ്ഞായിട്ട് ഞാൻ വളർത്തും. ഈ കുഞ്ഞു വഴി ഞാൻ മുമ്പത്തേക്കാൾ നല്ല സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറും. എൻ്റെ അമ്മായിയമ്മയോട് ഞാൻ മിണ്ടണില്ല, നാത്തുമാരോട് മിണ്ടണില്ല, ഭർത്താവുമായിട്ടും മിണ്ടണില്ല, അപ്പോൾ വല്ല വഴക്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും ചിലരെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ചെളി കുറുകിയിരിക്കുന്ന ചെളിയിൽ സൂര്യൻ അടിക്കണ പോലെ ഇരിക്കും. നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ റിസപ്റ്റിവിറ്റിയിൽ നിങ്ങളൊരു മെഴുകാകനാണ് നിങ്ങൾക്ക് നല്ലത്. കർത്താവിന് അറിയണം മെഴുക് എങ്ങനെയാണ്. സൂര്യനെ ഉദിച്ച് കഴിഞ്ഞാൽ വെയിലടിച്ച് കഴിഞ്ഞാൽ അത് ഉരുകും. ചെളിയാണെങ്കിൽ കട്ടിപ്പിടിക്കും. നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ പിന്നെ കുഞ്ഞിനെ ഭർത്താവിനെ കൊണ്ട് പോലും എടുപ്പിക്കത്തില്ല, അമ്മനെ കൊണ്ട് എടുപ്പിക്കത്തില്ല, അതിൻ്റെ പേരിൽ പള്ളിയിൽ പോകത്തില്ല, കുടുംബപ്രാർത്ഥനയ്ക്ക് വന്നെടുക്കത്തില്ല. കുടുംബപ്രാർത്ഥന ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ കൊച്ചിന് പാല് കൊടുക്കണത്. പലർക്കും വല്ലതും പറയാൻ പറ്റുമോ? കൊച്ചിന് പാല് കൊടുക്കേണ്ടതല്ലേ? ഇവളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബപ്രാർത്ഥനയ്ക്ക് പണ്ടാരം ഇരിക്കുകയാണ്, കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു 6 വയസ്സുള്ള കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വായിട്ട് നോക്കി ഇങ്ങനെ ചത്തയുടെ വീട്ടിൽ മരിച്ചെടുക്കണ പോലെ ഇങ്ങനെ രൂപത്തിൽ നോക്കിയിരിക്കും. എന്നിട്ട് ഇവിടെ ന്യൂട്രായിട്ട് കുഞ്ഞിൻ്റെ ഒരു കള്ള് വെച്ച് കൊടുക്കും. അപ്പോൾ കുഞ്ഞ് എനിക്ക് അതൊക്കെ അല്ലേ. അപ്പോൾ ഉടനെ ഇവിടെ 2 കൊട്ടിയിട്ട് കൊച്ചിനെ എടുത്തൊരു പാൽ കൊടുക്കാൻ പോയി. ഇവർക്ക് അവിടെ സ്കൾക്ക് ചെയ്യണം. ഇവർക്ക് കുടുംബപ്രാർത്ഥനയിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ പേരിൽ കുഞ്ഞിനെ കിള്ളി നിലവിളിപ്പിച്ചിട്ട്, അതായത് ഞാനൊരു 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയായാലും ഒരു 10,000 പിശാചുക്കളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള തരവിടിത്തരങ്ങൾ കയ്യിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബപ്രാർത്ഥനയ്ക്ക് ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പിശാച് എങ്ങനെ ഇരിക്കാൻ പറ്റും? ഒരു 5 പ്രാവശ്യം കുർബാന മുടക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഗർഭിണികളാണ് അപകടാവസ്ഥ ഇരിക്കുന്നത്. നിങ്ങൾ ഈ കൊച്ചിൻ്റെ പേരിൽ കർത്താവിനായിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഗർഭിണിയുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് സംവരണമാണ്. ഗർഭിണികൾക്ക് സംവരണമാണല്ല. അവർക്കൊന്നും വീട്ടിൽ ജോലി ചെയ്യേണ്ട, അവർക്ക് പള്ളിയിൽ പോകേണ്ട, കുടുംബപ്രാർത്ഥന കൂടേണ്ട, മൊത്തം സംവരണമാണ്. 90% സംവരണം. നീ എളിതര ഉള്ളിടത്ത് വാദം കൊച്ചാൻ വേണ്ടി ഈ സംവരണം കൊണ്ട് ദൈവത്തിൻ്റെ പണി കൊടുത്താൽ തിരിച്ചൊരു പണി വന്നാൽ എൻ്റെ പെണ്ണെ നീ താങ്ങത്തില്ല. അതുകൊണ്ട് നേരെ ചൊവ്വേ വരാൻ പറഞ്ഞു. കർത്താവിൻ്റെ കുഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ പറയണം, ഈ കുഞ്ഞിൻ്റെ പേരിൽ തന്നെ ഞാൻ മുമ്പത്തേക്കാൾ നിന്നോട് അടുത്തിരിക്കും. നിൻ്റെ കുർബാനയോട്, നിൻ്റെ ബലിപീഠത്തോട്, നിൻ്റെ കുടുംബപ്രാർത്ഥനയോട് ഈ കുഞ്ഞിൻ്റെ പേര് ഞാൻ നിൻ്റെ സാക്ഷികളായിരിക്കും. അതാണ് ദൈവത്തിൻ്റെ അംശമെന്ന് പറയണത്. അങ്ങനെ വന്ന് നോക്കിയിട്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം കണ്ട എന്താണ്? ആദ്യം കണ്ട 12:18 റോമർ എന്താ പറഞ്ഞത്? സാധിക്കുന്നിടത്തോളം
എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുക. അപ്പൊ എന്തിനാണ് സമാധാനത്തെ വർത്തിക്കണം എന്നാണ് പിന്നീട് പറയുന്നത്. ഹെബ്രായർ 14:18 എന്താ പറയണത്? സമാധാനത്തെ വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. അപ്പോൾ ഈ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് പറയുന്നത് എന്തിനാണ് വിശുദ്ധി? എന്തിനാണ്? ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ് ഈ സംഭവം പോണത്. ഹെബ്രായർ 14:13 ശ്രദ്ധിക്കട്ടെ. ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. അതാണ് പ്രശ്നം. വിശുദ്ധിക്ക് ലക്ഷ്യമൊന്നുമില്ല. വിശുദ്ധി ഒരു മാർഗമാണ്. സമാധാനമാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. സാധിക്കുന്നിടത്തോളം സമാധാനത്തിൽ വർത്തിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. എന്തിനാണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്? വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. ഉടമ്പടിയോട് സത്യസന്ധതയും നിന്റെ പ്രാർത്ഥനയിൽ ദൈവഗണം വർദ്ധിപ്പിക്കുകയും അതിനകത്ത് ഭൗമഗണം കുറയ്ക്കുകയും ചെയ്യണം. ഓരോ ഉടമ്പടിയുടെ ഓരോ മാസവും കഴിഞ്ഞു പോകുമ്പോൾ ദൈവദർശനത്തിന് നീ നിന്നെ തന്നെ ഒരുക്കുന്ന അതിശക്തമായ ദൈവികമായ സംവിധാനമാണ് ഉടമ്പടി. ഉടമ്പടിയിലേക്ക് നിന്നെ കൊണ്ടുവന്നതിന് നീ നന്ദി പറയണം ദൈവത്തോട്. നീ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ നിയോഗങ്ങൾ, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെത്തുന്നവരെ ഉടമ്പടി നമ്മൾ യാത്ര തുടരും. യാത്രയ്ക്ക് ഒരു അന്ത്യമില്ല, നിനക്കറിയാമല്ലോ. നമ്മുടെ യാത്രയും നമ്മുടെ ഓട്ടവും ഒക്കെ, നമ്മുടെ ഓട്ടം വട്ടത്തിലല്ല കേട്ടോ, നീളത്തിലാണേ. ഇപ്പോൾ ഒളിമ്പിക്സിൻ്റെ കാലത്ത് നമ്മളെപ്പോഴും നോക്കുമ്പോൾ ആൾക്കാർ വട്ടത്തിൽ ഓടണം കാണാം. ഈ ഭൂമി കിടന്ന് മനുഷ്യനെ വട്ടത്തിൽ ഓടാനേ പറ്റത്തുള്ളൂ. ഭൂമിയിലുള്ള മനുഷ്യൻ ക്രിസ്തു വരെ എല്ലാം വട്ടത്തിൽ തന്നെ ഓടിക്കൊണ്ടിരുന്നത്. ഓടിയ വട്ടത്തിൽ തന്നെ പിന്നെയും വന്നെത്തും. അതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്തു ആ വട്ടത്തിൽ നിന്ന് ചാലും മാറ്റിയിട്ട് നിത്യത വരെ ഓടാനുള്ള വഴി തുറന്നു തന്നു. ഉടമ്പടി നിന്നെ നിത്യതയിലേക്ക് എത്തിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ഒളിമ്പിക്സിൻ്റെയൊക്കെ പത്തം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെടും ചിരി വന്നു. മനുഷ്യൻ വട്ടത്തിൽ കിടന്ന് ഓടണം. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഓന്തോടിയ വെയിൽ വരെ, മനുഷ്യൻ ഓടിയ ഒളിമ്പിക്സ് വരെ, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു വിശ്വാസി ഓടിയാൽ അങ്ങനെ ഒരു ആ നിത്യത വരെ ഓടും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിൻ്റെ വിഷയത്തിന് പറ്റുന്ന രീതിയിൽ ദൈവം തന്നില്ല എന്ന് നിനക്ക് തോന്നിയാൽ ഉടനെ നീ അതൊരു പോളിസിയാക്കണം. ആ ഫണ്ട് മുഴുവൻ പോളിസിയാക്കണം. നിത്യതയിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കണം. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഒരിക്കലും കേൾക്കപ്പെടുന്നില്ല എന്നല്ല ബൈബിൾ പറയണത്. അത് കേൾക്കുന്ന ദൈവത്തിൻ്റെ കാലം ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. കൈയടിക്കട്ടെ. എൻ്റെ മക്കളെ, വലത് കരം ഇടത് നെഞ്ചിൽ വെക്കണം, ഇടത് കരം ശിരസിൽ വെക്കണം. ഉടമ്പടി ചെയ്ത എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി ഓൺലൈനിലുള്ളവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുന്ന അത്രയും സമയം ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളൊക്കെ ആവശ്യിച്ചുകൊണ്ട് അനുഗ്രഹമായും കൃപയായും സൗഖ്യമായും കർത്താവിൻ്റെ സ്നേഹം പെയ്തിറങ്ങുന്ന വലിയ നിമിഷങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിനെ സ്വന്തം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത. ഇയാൾ തറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ കൃപയിൽ ശക്തിയില് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, അപ്പാ, സ്വർഗീയപിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ, എൻ്റെ തിരുമുറി വാർന്ന വലത് കരത്താൽ എല്ലാ മക്കളെ സ്പർശിക്കണേ അപ്പാ. അപ്പൻ്റെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപ്പ. എല്ലാ മക്കളെ സ്പർശിക്കണമേ, എല്ലാ മക്കളെ സ്പർശിക്കണമേ. ത്വക്കുകള്, ശരീരങ്ങള്, ആന്തരിക ശരീരങ്ങള്, ആന്തരിക അവയവങ്ങള്, കോശങ്ങള്, പേശികള്, നീര് കെട്ടിയ ശരീരം അപ്പാ സ്പർശിക്കണമേ. കർത്താവേ, വെള്ളം കെട്ടിയ വയറുകള് സ്പർശിക്കണമേ. കരൾ രോഗികള്, കിഡ്നി രോഗികള്, നീര് കെട്ടിയ ശരീരം, വെള്ളം കെട്ടിയ ശരീരം, ഡാമേജ് ആയിട്ടുള്ള ആന്തരിക അവയവങ്ങള് അപ്പാ സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ
യേശുക്രിസ്തുവിന്റെ കരുണ, കർത്താവിന്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ, നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. മാർഗരോഗങ്ങള്, തീരവേദികള്, പാൻക്രിയാസുകള്, കരള്, കിഡ്നി, ശ്വാസകോശങ്ങള്, തൈറോയിഡുകള്, ശിരസ്, ബ്രെയിന്, ഉച്ചുമുതൽ ഉള്ളങ്കാൽ വരെ എല്ലാ കോശങ്ങളും, എല്ലാ പേശികളും, എല്ലാ അവയവവും യേശുക്രിസ്തുവിന്റെ നാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുവിന്റെ നാമത്തെ ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പിടിതരാതെ നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചർ തന്നെയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ തനത് ലക്ഷണം. ഉടമ്പടിക്ക് നമ്മൾ 4 ഫീച്ചർ ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന്, അത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. സൈന്യത്താരെയല്ല, ശക്തിയാരെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അതാണ് ഉടമ്പടിയുടെ മുഖമുദ്രയായിട്ടുള്ള എഫീസസ് 2:8, സക്രിയ 4:6. ഇതാണ് ഫണ്ടമെൻ്റലായിട്ടുള്ള ഇതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യണ പലപ്പോഴും ഉടമ്പടിയുടെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഞങ്ങളിവിടെ ആൾക്കാർ ഫിൽട്ടർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഉടമ്പടി സാക്ഷ്യമാണോ കോമൺ സാക്ഷ്യമാണോ എന്ന് തമ്മിൽ രണ്ട് ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ 2 തരം സാക്ഷ്യങ്ങളുണ്ടാകും. ഒന്ന് തനത് സാക്ഷ്യം, ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ടാകും. പിന്നെ കോമൺ സാക്ഷ്യങ്ങളുണ്ടാകും. എന്നുവെച്ചാൽ പൊതുവെ ഉടമ്പടി എടുത്തില്ലെങ്കിലും അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയാണ് ഉള്ളതാണെങ്കിൽ ചിലപ്പോഴത് അൾത്താരയിൽ പറയിപ്പിക്കാൻ ചിലപ്പോഴും അവസരം കിട്ടത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടിയുടെ തനത് ഫീച്ചറുള്ള സാക്ഷ്യങ്ങളുള്ളവരുടെ എണ്ണം കൂടുതലായി വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. എങ്കിലും ചില ആൾക്കാരുടെ കോമൺ സാക്ഷ്യങ്ങളാണെങ്കിലും ഒരെണ്ണമെങ്കിലും ചിലപ്പോൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാവും. അവിടെ ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറഞ്ഞ ഭാരച്ചുരുക്കം, ഗംഭീരമായ പ്രാരാബ്ധത്തോടെയുള്ള ഭയങ്കരമായൊരു വിഷയം, വളരെ തൂവലിൻ്റെ ഭാരത്തോടെ, ഒരു തൂവൽ ഭാരത്തോടെ അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് നമ്മൾ ചെയ്തത് നമ്മളല്ല, പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് ലൈറ്റ് വെയ്റ്റനിങ്. അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ്. ഉടമ്പടി എടുക്കുന്നവർക്ക്, സത്യസന്ധമായ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു പ്രതിഭാസമായിട്ട് ഫീൽ ചെയ്യാം. മൂന്നാമത്തേത് ടൈം ഷോർട്ടണിങ് ആണ്. ടൈം ഷോർട്ടണിങ് അതായത് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ 1 ആഴ്ച കൊണ്ട് നടക്കുന്നു. ടൈം ഷോർട്ടണിങ് ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞു, ടൈം ലാഗിങ് എന്ന്. എന്നുവെച്ചാൽ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടന്നാൽ പ്രയോജനമില്ലാത്ത കാരണം അത് പ്രയോജനപ്പെടുന്ന സമയത്തേക്ക് ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകും. അതും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സത്യമാണ്. നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തില്ല, പക്ഷെ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നടന്ന് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. മറിച്ച് നമുക്ക് പ്രയോജനമുള്ള സമയത്തേക്ക് ഇങ്ങനെ സമയ ദീർഘത, ടൈം ഷോർട്ടണിങ് പോലെ തന്നെയാണ്, സമയ ചുരുക്കം പോലെ തന്നെയാണ് സമയ ദൈർഘ്യം വരണത്. ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു 4ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസാണ്. മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. അത് എല്ലാവരും തന്നെ സാക്ഷ്യം പറയുന്നതാണ്. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, കഴിഞ്ഞ ദിവസങ്ങളിൽ 1 കോടി മുല്ലപ്പൂ ലോഡ് ചൊരിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തെന്ന്. അപ്പോൾ മാതാവിൻ്റെ സുഗന്ധമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. ശരിക്കും മഴമില്ല് വീശി നിൽക്കുന്നതും പിന്നെ ഇപ്പോൾ സർവ്വവ്യാപിയായിട്ട് വരണത് സ്വപ്നങ്ങളാണ്. ഒരു ദിവസം ഒരു സ്വപ്നത്തെക്കുറിച്ചൊന്നും പറയാതെ ഒരു സാക്ഷ്യ ദിനങ്ങൾ സമാപിക്കത്തില്ല. ആരെങ്കിലും ആയിട്ടെങ്കിലും സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കും. അത് വെറുതെ ഒരു കേവല സ്വപ്നങ്ങളല്ല, നിറവേറുന്ന സ്വപ്നങ്ങൾ. ഒരു വിഷയം നമുക്ക് പാടാണെന്ന് കണ്ടാൽ നമുക്കത് എടുക്കണ്ട എന്ന് വിചാരിച്ചാൽ നമുക്ക് എടുക്കുന്നതാണ് പ്രയോജനമെങ്കിൽ ദൈവം അത് എടുക്കുന്നതായിട്ട് സ്വപ്നം കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും അതെടുക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സിലബസിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓപ്ഷനായിരിക്കും, ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം, വീടായിരിക്കാം,
നമ്മൾ വേണ്ട കളപ്പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന സമയം എടുക്കാൻ വേണ്ടി ദൈവം പറയും. അത് സ്വപ്നത്തിലേക്ക് വരുന്നത്. അതിന് പ്രസൻസ് എന്ന് പറയും. ഉടമ്പടിയിൽ എല്ലാ ദിവസവും തന്നെ സ്വപ്നങ്ങളെക്കുറിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വപ്നങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയും. കാര്യം ബൈബിളിലെ ഈ പുതിയ കാര്യമല്ല, പണ്ട് മുതലേ ഈ സ്വപ്നങ്ങൾ ഇവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു മനസ്സ് നമ്മൾക്ക് പർട്ടിക്കുലറായിട്ട് ആ വ്യക്തിയെ ആണ് ഉദ്ദേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും, ദർശനങ്ങൾ. അപ്പോൾ 5 ഫീച്ചേഴ്സ് വന്നിപ്പോൾ: സമയച്ചുരുക്കം, സമയദൈർഘ്യം, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. ഈ 6ാമത്തെ ഒരു ഫീച്ചറുണ്ട്, ശുഭമാക്കുക എന്ന് പറയും. ശുഭമാക്കുക. എല്ലാ സാക്ഷ്യങ്ങളെയും പരിശോധിക്കുമ്പോൾ ശുഭമാക്കുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും സംഭവിക്കുന്നത്. അതിനാണ് ശുഭമാക്കുക. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ശുഭമാക്കുക കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു വിഷയം വിചാരിക്കുന്നു, എന്നിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് ദൈവം വേറെ യൂണിവേഴ്സിറ്റി കൊണ്ട് നമുക്ക് അഡ്മിഷൻ തരുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പാടാണ്. പക്ഷേ ദൈവത്തിനറിയാം മറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിന്നവിടെ കൂടെ പ്ലേസ് ചെയ്യും. അതിനാണ് ശുഭമാക്കുക എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു ഓപ്ഷൻ വെക്കേണ്ടത് ശുഭമാക്കണമേ എന്നുള്ളത് പ്രാർത്ഥനയുടെ ഭാഗമാക്കണം. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന നോക്കിയാൽ മനസ്സിലാകും. എല്ലാവരും പ്രാർത്ഥിക്കണം, ശുഭമാക്കാനാണ് പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബുദ്ധിയിലെ ചിന്തയിലെ അറിവിൽ ഇത്രയുമേ ഉള്ളൂ. പക്ഷേ നിൻ്റെ കഴിവിലും ചിന്തയിലും ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ കഴിവനുസരിച്ച് ഈ വിഷയത്തിൻ്റെ മേൽ ഇടപെടണമേ എന്നാണ് ശുഭമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു സംഭവമാണ്. എബ്രഹാം പുത്രനെ വിടുമ്പോൾ എബ്രഹാം പുത്രന് വേണ്ടി, ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ഫ്രിത്തിനെ അയക്കുമ്പോഴും ഈ ശുഭമാക്കാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടത്. അതുപോലെ തന്നെ തോബിത്ത് കൊച്ചു തോബിയാസിന് കടം മേടിച്ച കാശ് രഘുവേലിലേക്ക് ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി, രഘുവേൽ ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ് തോബിത്തിൻ്റെ, വളരെ അകലെ താമസിക്കുന്ന ആളാണ്. അപ്പം മകൻ തോബിയാസിനെ പറഞ്ഞു വിടും ആ കാശ് വാങ്ങിക്കാൻ വേണ്ടി, കൊടുത്ത കാശ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോഴും വൈഫ് എതിരായിരുന്നു, അന്ന പറയും, മനുഷ്യ നിങ്ങൾ എന്നാ ഒരു പണിയാണ് കാണിക്കണത്, നമുക്ക് ആകപ്പെട്ടൊരു മകനേ ഉള്ളൂ, ഇത്രയും ദൂരത്ത് എങ്ങനെ അവനെ പറഞ്ഞു വിട്ടിട്ട് നിനക്ക് കാശിന് അത്ര 2 ആളാണ്, മകനല്ലേ കാശിനേക്കാൾ വലുത്. അപ്പോൾ തോബിയാത്ത് പറയും, ഇല്ല കുഴപ്പമില്ല, അവൻ പോട്ടെ. തോബിത്ത് പറയാൻ പോട്ടെ, അവൻ പോയിട്ട് നീ തിരിച്ച് അവൻ സുരക്ഷിതനായിട്ട് വരുന്നത് നീ കാണും. പക്ഷേ തോബിയാസ് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൻ്റെ യാത്ര ശുഭമാക്കണമെന്നാണ്. ശുഭമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധി യാത്ര, ഇതിൻ്റെ വഴികൾ, ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ, അത് എൻ്റെ അറിവനുസരിച്ച് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ യാത്രയ്ക്ക് നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നീ ഈ വിഷയത്തിൽ നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് ഈ യാത്രയിൽ ഇടപെടണമേ. എനിക്ക് വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഉൽപ്പത്തി 24:40. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവ് തന്റെ ദൂതനെ നിന്റെ മുൻപേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും. ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത്, എബ്രഹാത്തിൻ്റെ പുത്രനെ ഇസഹാക്കിന് ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഫ്രിത്തിനെ പറഞ്ഞയക്കുന്നതാണ് സ്വന്തം നാട്ടിലേക്ക്. അവർ ഡിയാസ്പൊറയിൽ അകലെ താമസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ ഇത്രയും ഈ പെണ്ണ് കാണാൻ വേണ്ടി ഫ്രിത്തിനെ വിടുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രഹാം വയസ്സാണ്, അതുകൊണ്ടാണ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പറ്റത്തില്ല, ഇവരുടെ രക്തത്തിലുള്ള പെണ്ണിനെ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ ഭൃത്യം ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ നമ്മുടെ ജന്മനാട്ടിൽ പോയിട്ട് ഇസഹാക്കിനൊരു പെണ്ണിനെ ചോദിക്കുന്നു, പക്ഷേ അവൾ എൻ്റെ കൂടെ വരണ്ടേ? അതാണ് ഇവിടെ എൻ്റെ വിഷയം. മാറ്റർ അത്ര ഈസി അല്ല. ഈ സ്ത്രീക്ക്, ആ വീട്ടുകാർക്ക് നമ്മളെ ബോധിക്കണം, എന്നിട്ട് ഈ ഭൃത്യൻ്റെ കൂടെ വരണം. അത് വന്നില്ലെങ്കിൽ ഉടമ്പടി ഇബ്രാഹിം പറയും, ഞാൻ നീയുമായിട്ട് ചെയ്ത് അത് ഉടമ്പടിയാണ്. ഉടമ്പടി ചെയ്താൽ ഇവിടെ വിടണത്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉടമ്പടി പരിധി വരണതാണ്, പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നോട്ട് ബൈ മെറിറ്റിൽ
മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ബൈബിള് ഉടമ്പടിയുടെ പരിധി കൊണ്ടുവരും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് കവനൻ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ നിയോഗങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊന്നും ഉടമ്പടി വെക്കേണ്ട കാര്യമില്ല ശരിക്കും. അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ സ്വാഭാവികമായുള്ള കാര്യങ്ങൾ കൊണ്ടോ അത് നടന്നു പോകും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്താണ് വിഷയമെങ്കിൽ അത് ദൈവത്തെ നിയമപരമായിട്ട് തന്നെ ദൈവത്തെ അതിനെ ബൗണ്ട് ചെയ്യിക്കണം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിയമപരമായി ദൈവത്തെ ബൗണ്ട് ചെയ്യിക്കുകയാണ്. നിയമം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പഴയ നിയമം അല്ലെങ്കിൽ പ്രമാണങ്ങൾ നിയമപരമായിട്ട് നമ്മൾ ലീഗൽ വെലിഡിറ്റി എന്ന് പറയും, നിയമസാധുത. അപ്പോൾ നമ്മുടെ ഒരു വിഷയത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നമ്മൾ കുറച്ച് നിയമപരമായ വെലിഡിറ്റി വേണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാമെന്ന് നമ്മൾ ദൈവത്തോട് വാഗ്ദാനം ചെയ്യണം. അങ്ങനെ നിയമപരമായി ദൈവത്തെ കക്ഷി ചേർക്കണം. ആ വിഷയത്തിൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചുകൊള്ളാവുന്ന. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിലെ നിബന്ധനകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിയമങ്ങൾ. ഉടമ്പടി നിങ്ങൾ ക്രിസ്ത്യൻസ് എടുത്തോ നോൺ ക്രിസ്ത്യൻസ് എടുത്തോ ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ ആരെടുത്താലും ആ ഉടമ്പടിയുടെ നിയമങ്ങൾ നിങ്ങളുടെ രീതി കൊണ്ടുപോയി ആക്കിയെടുക്കരുത്. ദൈവിക നിയമങ്ങളാണ്. അത് പാലിച്ചുകൊള്ളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അത് നിങ്ങൾ അതിൻ്റെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡൈല്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, നിയമമാണത്. അത് ഞായറാഴ്ചയാണ്. അത് XY ആരെടുത്താൽ ഉടമ്പടി എടുത്താലും ഞായറാഴ്ച പാലിക്കാൻ ബാധ്യസ്ഥമാണ്. സംശയമില്ലല്ലോ. നിങ്ങൾ മരമറിയാതെ കൊടിയിട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാനൊരു സാക്ഷി ദിവസങ്ങൾ കേട്ടത് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷിയാണ്. അത് ശുഭമാക്കണമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് ശുഭമാക്കലെടുക്കാൻ കാരണം. രമ്യ രവീന്ദ്രൻ ഇവിടുന്ന് UK ചെല്ലും. അപ്പോൾ രമ്യ രവീന്ദ്രൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ് പ്രോബ്ലം. അവർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഹോസ്പിറ്റൽ നേഴ്സാണ്. അവർ UK ചെല്ലുമ്പോൾ അവർക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം. അതാണ് അവരുടെ മെറിറ്റിൽ നിൽക്കാത്തതിൻ്റെ കാരണം. നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടി എന്താ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. അപ്പോൾ രമ്യ രവീന്ദ്രന് ഈ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരാനുള്ള മെറിറ്റില്ല. എന്താ കാരണം? ഭർത്താവിനെയും മക്കളെയും അവിടെ കൊണ്ടുവരണമെങ്കിൽ വീട് വേണം. അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് വീടാണ്. പക്ഷേ വീട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഭർത്താവിനും അവസാനം ഇവർ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരും. കാര്യം ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു പോയതാണ്. ഒരു വീട് സെറ്റ് ചെയ്തതാണ്. കിട്ടുമെന്നൊക്കെ ഉറപ്പായിട്ട് അഡ്വാൻസൊക്കെ കൊടുത്ത സംഭവമാണ്. പക്ഷേ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ ഭർത്താവും മക്കളും ഫ്ലൈറ്റൊക്കെ കയറിയപ്പോഴത്തുണ്ട് ആ കിട്ടിയ വീട് കട്ടായിപ്പോയി. അവിടുത്തെ കൗൺസിലർമാരുമായിട്ട് എന്തോ നിയമപരമായ പ്രശ്നം വന്നിട്ട് കൗൺസിലർ പറഞ്ഞ് ഈ വീട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവും മക്കളും ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ടായിപ്പോയി. പക്ഷേ കിട്ടിയ വീട് പോവുകയും ചെയ്തു. ഇപ്പോൾ രമ്യ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും കൃപാസന മാതാവിനോട് ഉടനെ പറയും, അമ്മ അവർ സ്റ്റാർട്ടായി പോയല്ലോ, ഇവിടുന്ന് വീട് കിട്ടി, കയ്യിലുണ്ടായിരുന്ന വീട് കിട്ടാൻ പോയ വീട് കയ്യിൽ നിന്ന് മുട്ടയും പോവുകയും ചെയ്യും, ഞാൻ ഇവിടെ പൊറപ്പിക്കുമെന്ന് ചെയ്യും. അത് വലിയ തലവേദനയാവും. കാര്യം ഇവരുടെ ഹോസ്റ്റലിൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു നേഴ്സിന് താമസിക്കാം, ലേഡീസ് ഹോസ്റ്റലാണ്. അവിടെ എങ്ങനെ ഫാമിലി താമസിക്കണത്? നടക്കത്തില്ല. അപ്പോൾ രമ്യ മാതാവിനോട് പറഞ്ഞ് വളരെ പട്ടാങ്ങി പറഞ്ഞപ്പോൾ മാതാവ് ഒരു സെറ്റിൽമെൻറ്റ് കൊടുത്തു. 1 മാസത്തേക്ക് ആ ഹോസ്റ്റലുകാർ ഇവർ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും രമ്യയും ലേഡീസ് ഹോസ്റ്റലിൽ. എന്തൊരു കഷ്ടമായിട്ട് സംഭവം. എന്നാലും അമ്മ നമുക്കറിയാമല്ലോ, ഈ നെഞ്ചിൽ തൂങ്ങണ കശ്രുവില്ലേ, അത് വലിയൊരു ഉറപ്പാണ്. അതെന്താ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഓടി കൃപാസനത്തിൽ വരാൻ പറ്റുമോ? ഇല്ലല്ല. അപ്പോൾ നെഞ്ചിലെ കശ്രം പിടിച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഉടമ്പടിയാണ്. അത് ഉടമ്പടി കാശിരുവെന്ന് എൻ്റെ പേര്, വേറെ കാശിരുന്നല്ല. അതുകൊണ്ടാണ് അതുപോലെ വേറെ ഒന്നും ഇല്ലാത്തത്. അത് വെച്ച് കഴിഞ്ഞാൽ അതിന്മേൽ തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുമെന്ന് പറയാൻ കഴിയും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യല്ല. രമ്യ ഉടമ്പടിയിൽ അങ്ങനെ നിലനിൽക്കുന്ന ആളാണ്. കാര്യം നിലനിൽക്കുന്ന ആളായതുകൊണ്ട് അവൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല.
അപ്പോൾ അവൾ ഈ കാശി തൊട്ട് വിശ്വപ്രമാണം ചെയ്യുമ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്ത് പെട്ടെന്ന് തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ തന്നെ ഇവർക്കൊരു പ്രൊവിഷൻ കൊടുത്ത് ഭാര്യയും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും തൽക്കാലം ഈ ലേഡി ഹോസ്റ്റലിൽ താമസിക്കാം, 1 മാസം കഴിയുമ്പോൾ മാറണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തൽക്കാലം വന്നവർ മഞ്ഞ് കൊള്ളാതെ അതിൻ്റെ കയറി താമസിക്കുന്നുണ്ട്. പക്ഷേ ഞാണമ്മ കളി പോലെയുള്ള പരിപാടിയാണ്. ഈ ഞാണമ്മയിൽ നമ്മൾ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നിരാശപ്പെട്ട് തൂങ്ങിക്കെട്ടിപ്പോയി തൂങ്ങിച്ചാകണമെന്നല്ല എൻ്റെ അർത്ഥം, പ്രാർത്ഥിക്കണമെന്നാണ് ഉദ്ദേശിക്കണം. ഉടമ്പടിയിലുള്ളവർക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലുണ്ടായാലുള്ള ഗുണം പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നുള്ള ഉറപ്പാണ്. അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ. അതായത് ഉടമ്പടി ഉള്ളവർക്ക് അവർക്കൊരു ക്ലെയിമുണ്ട്. കാര്യം ഉടമ്പടിയിലാണല്ലോ നമ്മളിരിക്കുന്നത് ദൈവമായിട്ട്. അപ്പോൾ ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ക്ലെയിമുണ്ട്. ഈ ക്ലെയിം വെച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഉടമ്പടി നിങ്ങൾ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഉഴപ്പരുത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമയത്ത് വിളിച്ചാലൊന്നും ഉടമ്പടി ബ്രേക്ക് ആണെങ്കിൽ പ്രാർത്ഥന ഫ്ലപ്പായി പോകും. ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാനും ഉപ്പ് നോക്കാനും ഒക്കുവോ ഒക്കത്തില്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് എല്ലാം വെരിഫൈ ചെയ്യണം. 3 പേരെ നിർത്തിയല്ലേ വെരിഫൈ ചെയ്യണത്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്കാരെ അവർ സ്ട്രിക്റ്റ് ഉടമ്പടിയിലാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ വെരിഫിക്കേഷൻ മുഴുവൻ നടത്തുന്നത്. സ്ട്രിക്റ്റ് ഉടമ്പടിയിലല്ലാത്ത ഒരാൾക്കാർ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? 500 പേര് ഉടമ്പടി എടുക്കുന്നുണ്ട്. അവരിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 100 പേരോ 120 പേരെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ മന്യം വരെ ഉടമ്പടി ജീവിക്കുന്നവരെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രോഗികളൊക്കെ നോക്കും. അതെന്തിൻ്റെ കണ്ടീഷനാണ് നോക്കണത്? അവരുടെ മകളോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് അവിടെ ഇപ്പോൾ ഉണ്ടാകും ബൈസ്റ്റാൻഡറായിട്ട്. ആ ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കറക്റ്റായിരിക്കും. ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കിടക്കുക. അതുകൊണ്ടാണ് ചേടത്തിയുടെ ഉടമ്പടിയുമായിട്ട് അനിയത്തി വരരുതെന്ന് പറയണത്. ചില ഞാൻ നോക്കുമ്പോൾ അവിടെ നോക്കിയാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇവിടെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചാണ് എടുക്കണത്. ഞാൻ ചോദിക്കും, ഈ വ്യക്തി നിങ്ങളുടെ ആരാണ്? ഇത് ചേച്ചിയാണ്. ആ ചേച്ചിയുടെ കാര്യം നിങ്ങൾ ഉടമ്പടി എഴുതിയിട്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. തീർന്നില്ലേ? അതാണ് ചിലർ ചെയ്യണം മണ്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിക്ക് ഇപ്പോൾ എന്തോ ഒരു പ്രത്യേക അവസ്ഥ വന്ന് അവിടെ ഫോട്ടോ എടുത്ത് വരികയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വിഷയം ഉടമ്പടി എഴുതിയിട്ടില്ല. ഇവിടെ അച്ഛനെ കണ്ടെന്ന പേരുമാണ് അവസാനം. കാര്യം ഈ ഉടമ്പടി ഇല്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഇവർക്ക് വേണ്ടി ഒരു ഉടമ്പടി ജീവിച്ചില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല. ഇപ്പോഴെന്തോ വിഷയം ഉണ്ടായപ്പോൾ അവിടെ പടവ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് ഉടമ്പടിയായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി ഇവരിവിടുന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവർ ഉടമ്പടിയെ ആ മാതാവിനെ ഈ ഏറ്റുപറയുമോ? ഇല്ല. അവർ പറയും ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് സുഖപ്പെട്ടാണെന്ന് പറയുള്ളൂ. ഈ ചേച്ചി പറഞ്ഞതിനകത്ത് നിൽക്കത്തില്ല. ഈ അസുഖം എനിക്ക് നല്ലവണ്ണം അറിയാം. ഇനി അവർ സുഖപ്പെട്ടാൽ തന്നെയും അവർ ദൈവത്തെ ഏറ്റുപറയുമോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, എടീ ഞാൻ നിനക്ക് വേണ്ടി അച്ഛനെ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അവർ പറയുള്ളൂ, ദൈവത്തിനെ ആക്ഷേപിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സാധനം ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞു, അവരോട് ആരെങ്കിലും ഉടമ്പടി എടുക്കാൻ പറയുന്നു പറയാം. അവർ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഉടമ്പടി എടുക്കാൻ പറയുന്നവർ. അതാണ് ഉത്തരവാദിത്തപ്പെട്ടവരെന്ന്. ഉടമ്പടിയിൽ എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ വേണം. കാര്യം ഉത്തരവാദിത്തപ്പെട്ടൊരു ആധ്യാത്മികമായ ഒരു ബന്ധമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ പറയും, ദാറ്റ്സ് ഓക്കെ, ഇപ്പോൾ പരീക്ഷയാണ്, എനിക്കൊന്നും പറയാനില്ല, ഞാൻ നിങ്ങളെ ആശീർവദിച്ച കർത്താവ് നിങ്ങളെ സഹായിക്കും. പക്ഷേ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കണം. പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പ്രായമായിട്ടില്ലെങ്കിൽ അമ്മ എന്താണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് 16 വയസ്സായിട്ടുള്ള ശരി സമ്മതിച്ച്. പക്ഷേ അപ്പോൾ അമ്മ ചെയ്ത ജോലി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അമ്മ എന്താണ് അപ്പൻ എന്താണ് ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ അത്രയും ഹോംവർക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ മാത്രമേ ഈ പ്രാർത്ഥന ജെനുവിനാകത്തുള്ളൂ. അല്ലെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കണ പോലെ ഇരിക്കും. അങ്ങനെ സത്യസന്ധമല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം അംഗീകരിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. കാര്യം ഇതിന് സത്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയാണ്.